I have the right. It's a democracy. What is wrong in saying? Let's not forget how Virat Kohli was attacked when he supported his teammate Shami. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ഷമാ മുഹമ്മദ് പറഞ്ഞത് നിങ്ങൾ കേട്ടോ, നിങ്ങൾ അറിഞ്ഞോ? തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പോസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന് തടിയനാണ്, ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ, അതായത് എക്കാലത്തെയും മോശപ്പെട്ട ക്യാപ്റ്റനാണ് എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നു. ഈ പോസ്റ്റ് നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു, വിവാദമാകുന്നു. അതോടുകൂടിയിട്ട് ഷമാ മുഹമ്മദ് പോസ്റ്റ് മുക്കി ഓടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞതിലും വലിയ രീതിയിൽ ന്യായീകരിക്കുക ആ പോസ്റ്റ് ചെയ്തതിനെ. എന്താ അവര് പറയുന്നത്? ജനാധിപത്യപരമായിട്ടുള്ള എന്റെ അവകാശമാണ് ഈ വിമർശനം എന്നുള്ളതും അതേപോലെ തന്നെ ഉദാഹരണം പറയാണ്. വിരാട് കോഹ്ലി മുഹമ്മദ് ഷമിയെ ചേർത്ത് പിടിച്ചത് നിങ്ങൾ കണ്ടില്ലേ? മുഹമ്മദ് ഷമിയെ ചേർത്ത് പിടിച്ചത് വലിയ സംഭവമാക്കിയിട്ട് വിരാട് കോഹ്ലിന്റെ മഹത്വം പറയാ. വിരാട് കോഹ്ലിയുടെയും അതേപോലെ തന്നെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ക്രിക്കറ്റ് മത്സരത്തില് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത സകല മഹത്വങ്ങളും ഈ രാജ്യത്തെ ഓരോ പൗരനും വ്യക്തമായിട്ട് തന്നെ അറിയാം. ഈ ഷമാ മുഹമ്മദ് എന്താണ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ക്യാപ്റ്റൻ തടിയനാണ് എന്ന് അതും നമ്മുടെ രാജ്യവും ന്യൂസിലാൻഡും തമ്മിൽ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയതാണോ ഈ ഷമാ മുഹമ്മദിനെ ചൊടിപ്പിച്ചത്? തീരെ മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ബോഡി ഷെയിം അല്ലേ, തടിയനാണ് എന്നൊക്കെ ക്യാപ്റ്റനെ കുറിച്ചൊക്കെ വിളിച്ചു പറയുന്നത്? എത്ര മോശമായ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മഹത്തായ ഒരുപാട് സംഭാവനകൾ ചെയ്ത, നമ്മുടെ രാജ്യത്തിന്റെ പേര് ലോകത്തിന്റെ നെറുകയിലേക്ക് വേൾഡ് കപ്പ് വിജയങ്ങൾ ഉൾപ്പെടെ സമ്മാനിച്ച ഈ രോഹിത് ശർമ്മയൊക്കെ അപമാനിക്കാൻ എന്ത് അർഹതയാണ് ഈ കോൺഗ്രസിന്റെ നേതാവിനൊക്കെ ഉള്ളത്? എന്നിട്ട് അത് മുക്കി ഓടിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിച്ചാണ് ഇപ്പോഴും നാഷണൽ മീഡിയാസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദാഹരണവും സകല ആളുകളും കേട്ടില്ലേ? യഥാർത്ഥത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണോ പ്രശ്നം? നിങ്ങളൊക്കെ നിൽക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻ ആരാ? നിങ്ങളിപ്പോ അടുത്തൊരു മത്സരത്തിന് ഇറങ്ങിയിരുന്നല്ലോ, ഡൽഹിയില് ഡെക്കായിരുന്നു. ഡെക്ക് 0 സീറ്റ്, 70-ൽ 60 സീറ്റിലും കെട്ടിവെച്ച് ക്യാഷ് കിട്ടിയിട്ടില്ല. നിങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനുള്ള വഴി തേടൂ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനെ ഒന്നും നിങ്ങളൊന്നും പറയുന്നില്ല. അത് അധികമായി പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇവര് ലക്ഷ്യം? ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്ത. സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ. 2026 നമ്മുടെ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവാ. ഈ ഷമാ മുഹമ്മദിനൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. സീറ്റ് നേടണമെങ്കിലും ഈ സീറ്റ് നേടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയുള്ള പല ആളുകൾക്ക് താല്പര്യമുള്ളതുപോലെയുള്ള പ്രഖ്യാപനങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്കെതിരെ, അതായത് നമ്മുടെ രാജ്യം വളരെ മികച്ച രീതിയിൽ ഏത് മേഖലയാണോ പോകുന്നത് ആ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളെ വിമർശിക്കണം. എന്നാലൊക്കെ ഇപ്പോ സീറ്റ് കിട്ടുവേ. അതുകൊണ്ടുള്ള പടാപ്പാടാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതല്ലാതെ മറ്റെന്താണ്? ഈ ഒരു അവസരത്തില് രോഹിത് ശർമ്മയുടെ തടിയാണോ തടിയില്ലേ എന്നൊക്കെ നോക്കാന് ഈ ഷമാ മുഹമ്മദ് ആരാണ്? കോൺഗ്രസിന്റെ ഒരു നിലപാട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭാരതീയ ജനതാ പാർട്ടിയെ തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയമായിട്ട് വിമർശിക്കണം. അതിലൊന്നും ഒരു തർക്കം ഇവിടെ ആർക്കും തന്നെ ഇല്ല. പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് തന്നെ വിമർശിക്കണം. അതൊരു രാജ്യത്തിനെതിരെ, അതൊരു രാജ്യദ്രോഹമായിട്ടാണ് ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാര് നിരന്തര പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവർ ലക്ഷ്യം വെച്ചത്. പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ ഇവരൊക്കെ ആർക്കോ വേണ്ടി വിളിച്ചു പറയുന്നത് രാജ്യത്തിനെതിരെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
ഈ നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനെയൊക്കെ അപമാനിക്കുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ അത് ഇന്ത്യയുടെ അതിർവരമ്പുകളിൽ അങ്ങ് നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവ് നമ്മുടെ ക്രിക്കറ്റ് ക്യാപ്റ്റന് വളരെ മോശമായിട്ട് അധിക്ഷേപം, ബോഡി ഷേമിംഗ് നടത്തിയെന്നൊക്കെയുള്ളത് ലോകം മൊത്തം ചർച്ച ചെയ്യില്ലേ? നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു പ്ലെയർ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, അവർക്കെതിരെ നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം. അതിനും രീതികളുണ്ട്. ഇതെന്താ ചെയ്തത്? ഇത് നമ്മുടെ രാജ്യത്തിന്റെ ക്യാപ്റ്റനെ തന്നെ അപമാനിക്കുക എന്ന കൃത്യമായ ലക്ഷ്യമല്ലേ ഈ ഷമാ മുഹമ്മദ് ചെയ്തിട്ടുള്ളത്? കോൺഗ്രസ് ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം ഇവിടെ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും. ഇവരൊക്കെ ഭരണപക്ഷത്തേക്കൊക്കെ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? സകല ആളുകളും ചിന്തിക്കണം. ഈ ഷമാ മുഹമ്മദ് ഒക്കെ പല സമയങ്ങളിലും ഇമാതിരിയുള്ള ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് തെറ്റാണെന്ന് പോലും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. നാഷണൽ മീഡിയാസിന്റെ ഒക്കെ മുമ്പിൽ വന്നിട്ട് ഇതിന്റെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ് എന്ന്, ഇതിനൊന്നും നമ്മുടെ രാജ്യത്തിനെതിരെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നൊന്നും ഈ ഒരു സമയം വരെ ഈ ഷമാ മുഹമ്മദിനൊന്നും പറഞ്ഞു കൊടുക്കാൻ കോൺഗ്രസില് ബോധവും വിവരവുമുള്ള ആരുമില്ലേ? അല്ലെങ്കിൽ കേരളത്തിൽ മത്സരിക്കാൻ ഇന്ന നിലപാടുണ്ടാവണം, ആ നിലപാടാണ് തൻ്റേത് എന്നും അറിയിക്കാനാണോ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഷമാ മുഹമ്മദ് നടത്തിയിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2026 നിയമസഭാ ഇലക്ഷൻ ലക്ഷ്യം വെച്ചിട്ട് ഒരു കോൺഗ്രസിന്റെ ദേശീയ നേതാവ് നടത്തിയ പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. നമ്മുടെ കേരളം ഏത് തരത്തിലാണിപ്പോ മുന്നോട്ട് പോകുന്നത്? ഒരു പ്രധാനപ്പെട്ട പാർട്ടിയില് ഒരു സീറ്റ് ലഭിക്കണമെങ്കിൽ ഏത് രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയാലേ ആ സീറ്റ് കിട്ടൂ എന്നുള്ളതൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം. അല്ലാതെ എന്താണ് ഈ ഒരു വിഷയത്തില് എന്താണ് ഇവരൊക്കെ ലക്ഷ്യം വെച്ചത്? കോൺഗ്രസിന്റെ ദേശീയ നേതാവാണല്ലോ, രാഷ്ട്രീയപരമായിട്ട് BJP എതിർത്തതാണോ? അല്ല, ഇത് രാജ്യത്തെ തന്നെ എതിർത്തതാണ്. ഇതിലൂടെയൊക്കെ നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് വലിയ രീതിയിൽ ദോഷം ചെയ്യില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ക്രിക്കറ്റ് ടീം ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുക, ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ഇത്തരത്തിൽ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇതൊരു രാജ്യദ്രോഹമായിട്ടുള്ളൊരു കുറ്റം തന്നെയാണ്. മാത്രമല്ല, വ്യക്തിപരമായിട്ട് ഒരാൾക്കെതിരെ നടത്തിയിട്ടുള്ള ബോഡി ഷെയ്മിംഗ് ആണ് എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ.